ആണ് അവരുടെ പിതാവിന്റെ മാതാവിന്റെ ജനനത്തീയതിയൊക്കെ കൊണ്ടുവന്നു. അപ്പൊ കേരളത്തിൽ ഇത് ചെയ്യുന്നത് തന്നെ അത് നടപടിക്രമം കൃത്യമായി ചെയ്യാൻ പറ്റില്ല. ലോക്കൽ ബോഡി ഇലക്ഷനും അസംബ്ലി ഇലക്ഷനുമാണ്. എന്നിട്ടും അവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ വാലാട്ടികളായി പ്രവർത്തിക്കുകയാണ്. നാളെ സംസ്ഥാനത്ത് യോഗം, രാഷ്ട്രീയ പാർട്ടി അവിടെ ഈ തീർച്ചയായിട്ടും ഞങ്ങൾ അവതരിപ്പിക്കും. മറ്റൊരു വിഷയം, താങ്കളുടെ മണ്ഡലംകാരിയായിട്ടുള്ള ഒരു CPM നേതാവ് KJ ഷൈൻ, അവർക്കെതിരെ കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും പേജുകളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുന്നു. താങ്കൾ അറിഞ്ഞുകൊണ്ടാണ് അത്തരമൊരു ആക്രമണം നടന്നത് ഇന്ന് അവർ പറയുന്നത്. എന്താണ് അത്? ഇതുപോലത്തെ ഏത് കേസ് ഉണ്ടായാലും എന്റെ നെഞ്ചത്തോട്ട് കയറുന്നതിന് ആരെവിടെ ഈ കേസ് ഇങ്ങനത്തെ കേസ് ഉണ്ടായാലും പ്രതിപക്ഷ നേതാവിന് എന്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഇതെങ്ങനെയാണ് ആദ്യം പുറത്തു വന്നതെന്ന് CPM അന്വേഷിക്കട്ടെ. കോൺഗ്രസ് ഹാൻഡിലൊക്കെ ഉണ്ടാവും. കാരണം കോൺഗ്രസുകാർക്കെതിരായിട്ട് അവർ വ്യാപകമായ പ്രചരണം CPM ഹാൻഡിൽ നടത്തിയപ്പോൾ ഈ മാന്യതയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കഴിഞ്ഞ ഒരു മാസമായിട്ട്. കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട് CPM ഹാൻഡിൽ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണം, സ്ത്രീ സംരക്ഷണം തുടങ്ങിയ വാക്കുകളൊന്നും ഉണ്ടായില്ലല്ലോ. വ്യാപകമായി ചെയ്തു. ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്യരുത് എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞ ആളാണ്. കോൺഗ്രസ് ആയിട്ട് അനുഭാവികളോട് പോലും പറഞ്ഞ ആളാണ് അങ്ങനെ ചെയ്യരുത്. കാരണം ഞങ്ങൾ എന്തുകൊണ്ടാണ് നടപടിയെടുത്തത്? ഞങ്ങളുടെ മുമ്പിൽ ഒരു കേസ് വന്നപ്പോൾ സ്ത്രീ സംരക്ഷണത്തിന് മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് കൊടുത്തത്. ഇതെങ്ങനെയാണ് പുറത്തുപോയതെന്ന് അത് KN ഉണ്ണികൃഷ്ണന്റെ പ്രസ്താവനയിലുണ്ട്, വരികൾക്കിടയിലുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസ് ആസൂത്രിതമായിട്ടല്ല ഇത് നടത്തിയിരിക്കുന്നത്, ഇത് അദ്ദേഹത്തെ വേട്ടയാടുമാണ് എന്നാ പറയും. ഇതെങ്ങനെയാണ് ഈ വാർത്ത പുറത്തുപോയതെന്ന് CPM അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. ഏത് യൂട്യൂബ് ചാനലിലാണ് ആദ്യം ഇത് വന്ന് നിങ്ങൾ അന്വേഷിക്കുക. ഞാൻ കോൺഗ്രസ്സുകാരും കൊടുക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കൊടുക്കുന്നുണ്ടാവും. കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് നിലനിൽക്കുന്ന CPM കോൺഗ്രസ് സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടാവും. അത് എന്റെ തലയിൽ വെക്കണ്ട. എന്റെ വീട്ടിലേക്ക് കാളയായിട്ട് പ്രകടനം, എന്റെ വീട്ടിലേക്ക് കോഴിയായിട്ട് പ്രകടനം, ഇത് ഞാനെന്ത് ചെയ്തിട്ടാ? ഞാനാണ് കേസിലെ പ്രതി. ഏത് പാർട്ടിക്കാരനായാലും ഏതാണ് അവിടെ അഴിമതി നടത്തിയെന്ന് പറഞ്ഞു ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പരാതിയായി വന്നിട്ടുണ്ട്. അല്ല, അതൊക്കെ സംഘടനാപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ. അത് എന്റെ കയ്യിൽ പരാതി ഉണ്ടെങ്കിൽ ഞാനത് KPCC പ്രസിഡന്റിനും DCCക്കും